ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ മിനി വ്ളോഗ് ചെയ്യാനുള്ള കാരണം ഇവിടെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. ഇത് ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന്, അതായത് വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്ത കാര്യമാണ് കേട്ടോ. ഞാൻ നെക്സ്റ്റ് ഡേ ആണ് വോയിസ് ഓവർ കൊടുക്കുന്നത് മാത്രം. അപ്പോൾ അന്നത്തെ ദിവസം ചിൽഡ്രൻസ് ഡേ ആണെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ കരിമോളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് കുറച്ച് പ്രത്യേകതയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അതിലേറെ സ്പെഷ്യലായിട്ട് തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊക്കെ കാണാനും എൻ്റെ സന്തോഷത്തിൽ കൂടാനും പറ്റട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കനിമോൾ ഇവിടെ ഡാൻസും അതുപോലെ ഡ്രോയിങ്ങും ഒക്കെ പഠിക്കുന്നുണ്ട്. അതിവിടെ ബഹ്റൈനിലുള്ള IIPAയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളിപ്പോൾ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട്. ഡ്രോയിങ് ഇപ്പോൾ ഈ കഴിഞ്ഞ വിദ്യാരംഭത്തിനാണ് അവൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും IIPAനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും അതിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കിട്ടാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് വളരെ കുറവാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ പ്രോഗ്രാംസ് വെക്കും തോറും കുട്ടികൾക്ക് കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവ് പുറത്തെടുക്കാനും അവർക്ക് സ്റ്റേജ് ഫിയർ മാറാനും അങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് അത് ഒരുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. കനിമോളിപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പ്രോഗ്രാം എനിക്ക് ഇത്ര പ്രത്യേകത തോന്നാൻ കാരണം ഇന്ന് കുറച്ച് ഏകദേശം ഒരു ഭരതനാട്യത്തിൻ്റെ ഒരു കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ആയിട്ടാണല്ലോ ആൾ വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് നിങ്ങളെയും കൂടി ഇത് കാണിച്ച് എൻ്റെ ആ ഒരു ടൈമിലുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം തോന്നിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. എത്രയായാലും കനിമോൾ ഇത് വലുതാകുമ്പോൾ കനിമോൾക്ക് എന്ന് അതൊരു മെമ്മറി ആയിട്ടോടെ കിടക്കുമല്ലോ അല്ലേ. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ ഇതൊരു വീക്കെൻഡ് ആണല്ലോ. ഞാൻ സാധാരണ ഇപ്പോഴും ലേസി ആയിട്ട് കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് വേഗം തീർക്കണം വിചാരിച്ചിട്ടാണ് ഓരോ പണികളും തുടർന്നുള്ള ഓരോ പണികളും ചെയ്തുകൊണ്ടിരുന്നിരുന്നത് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും ചായയായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ കനിമോൾ ഇവിടെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കനിമോൾ എപ്പോഴാണോ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നത് അപ്പം എണീക്കട്ടെ എന്നും കരുതിയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇന്ന് അവളുടെ ദിവസമാണല്ലോ. നമ്മളായിട്ട് എണീപ്പിച്ച് വെറുതെ അവളുടെ മൂഡ് കൊളാക്കണ്ടെന്ന് വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നേ. ആ ഗ്യാപ്പിൽ ഞാനും സഹിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമില്ലാത്തൊരു ദിവസമാണ്. അതായത് 2 മണിയാകുമ്പോഴേക്കും അവൾക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തും വേണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ ടെൻഷനൊക്കെ ഞാൻ സഹിച്ചതിനടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർ ഭയങ്കര ടെൻഷനും അച്ഛന്മാർ ഭയങ്കര കൂളായിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ടെൻഷൻ, എൻ്റെ ടെൻഷൻ കണ്ടാൽ സഹിച്ചിട്ട് പറയും എനിക്ക് ആ പ്രോഗ്രാം തോന്നുന്നുള്ളത്. അതെനിക്ക് എപ്പോഴും അങ്ങനെ, എൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് മോളുടെ കാര്യം വരുമ്പോഴും ഞാൻ ഭയങ്കര ടെൻഷൻ ആവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പാരൻസിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ ചില കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രത്തോളം ഡൈജസ്റ്റ് ആണെന്നറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ചിലർ പറയും ഓവറാക്കലാണ്, ചിലപ്പോൾ ചിലർ പറയും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ആ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക, ചില കാര്യങ്ങളിൽ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം, ഒരു എന്തൊക്കെയൊക്കെയോ ഒരു ഫീൽ എന്ന് അറിയില്ല, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ആ സമയത്ത് ഉണ്ടാവാറുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം പോയി കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കനിമോളൊക്കെ എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത്, അവൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറയണം, മമ്മി ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മമ്മി പറഞ്ഞു കൊടുക്കട്ടെ എല്ലാവർക്കും എന്താണെന്ന് നടക്കാൻ പോകുന്നതെന്നുള്ള പറയുമ്പോൾ അവൾ എൻ്റെ വായ കുത്തിയിട്ട് വേണ്ട ഇത് സർപ്രൈസാണ് മമ്മി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവളെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞാൻ നേരെ ലഞ്ച് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് കടന്നേ. ഇന്ന് വളരെ എന്താ പറയുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടൈം ഉണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നതിന് തന്നെ. അപ്പോൾ അതിന് മുന്നേ വേഗം പണികൾ തീർക്കണം. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിലൊരു കുപ്പി ഉടക്കിയപ്പോൾ ആ കുപ്പിയിലേക്ക് വേഗം മണി പ്ലാന്റിനെ മാറ്റി അതവിടെ കൊണ്ടുവച്ചപ്പോൾ ഒരു സമാധാനം. ആ തിരക്കിൻ്റെ ഇടയിൽ അത് ചെയ്യാൻ പറ്റിയ എൻ്റെ മനസ്സ് വേണമല്ലോ നിങ്ങൾ നോക്കാൻ. അത് കഴിഞ്ഞ് നേരെ മീൻകറി ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് നിന്നേ. മത്തിക്കറി മത്തി ഫ്രൈ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്, ഇന്നലെ ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നോൺ വെജ് ഒക്കെ ആകുമ്പോൾ വേഗം പണി തീരുമല്ലോ. അപ്പോൾ ആ പണിയിലേക്ക് കടന്നതാണ്. ഇതിനിടയിൽ സൈഷേട്ട അവിടെ എന്തൊക്കെയൊക്കെയോ, സൈഷേട്ട വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഞാൻ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ സൈഷേട്ട അവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോൾ അതാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കനിമോള് അവിടെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് അവളെ എപ്പോഴുള്ളത് അവൾക്ക് കുറച്ച് നേരം ഇങ്ങനെ ഒന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവളെ കാര്യങ്ങളൊക്കെ അവൾക്ക് കുറച്ചൊന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അവളെ പാട്ടിനെ കളിച്ച് അവളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ അവിടെ മീൻകറി ആക്കുന്നുണ്ട്. ആ കിട്ടിയ ഗ്യാപ്പിൽ അയൺ ചെയ്യൽ പരിപാടിക്ക് നിന്നു.
നമുക്ക് ഡ്രസ്സ് കുറച്ചായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സിനെ ഞാൻ പിന്നെ തൊടാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇട്ട് നോക്കിയെന്നല്ലാണ്ട് പിന്നെ ഞാൻ തൊട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ പോണതിന് മുന്നേ ഒന്ന് നീറ്റാക്കി അയൺ ചെയ്ത് വെച്ച് ഇവിടുന്ന് നമ്മൾ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാൻ. അപ്പോൾ അതിനുള്ളതിന് വേണ്ടി നല്ല നീറ്റാക്കിയിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ഉടനെ പിന്നീട് ചെയ്തിരുന്നത് 2 വീട്ടിലേക്കും വിളിക്കുക എന്നുള്ളതായിരുന്നേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ഡേയും കൂടി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ 2 വീട്ടുകാരല്ല 3 പേരുണ്ട്, ഇവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തന്നെയാണ് ആ ഒരു ഡേ കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് തോന്നാറുള്ളൂ. എനിക്കറിയാം എപ്പോഴും കനിമോളുടെയും നമ്മുടെയൊക്കെ കൂടെ അച്ഛനമ്മമാരുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത്, പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു ദിവസം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളടുത്ത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ഓൾ ദി ബെസ്റ്റും ഒരു ഉമ്മയൊക്കെ തന്നിട്ട് നമ്മൾ നന്നായി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടാവില്ലേ? ആ ഒരു ഫീൽ എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കനിമോക്ക് അത് കിട്ടണം എന്നുള്ളതുകൊണ്ടും, നമ്മൾ നാട്ടിലല്ലല്ലോ, നമ്മളിവിടെയല്ലേ. അപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 സൈഡും നിൽക്കാൻ ഈ 2 പേരും ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛനമ്മയും മാത്രമല്ല കേട്ടോ, സൈഷൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതിൻ്റെ സങ്കടം ഇല്ലാതിരിക്കാനും കനിമോക്കും ആ ഒരു ഫീൽ അവരില്ല എന്നുള്ളത് തോന്നാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ എത്ര സമയമില്ലെങ്കിലും അവരെന്നോട് പറയാറില്ല കേട്ടോ, വിളിച്ച് കാണിക്കുമോ എന്നൊന്നും അവരെ ഒരിക്കലും എന്നെ കമ്പൽ ചെയ്യാറില്ല. പക്ഷെ അവർക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എത്ര സമയമില്ല എന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഞാനാണ് മേക്കപ്പ് ചെയ്ത് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, സമയം ഒട്ടുമില്ല എന്ന് അവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് അവർക്ക് കുറച്ചു നേരം സംസാരിച്ച് അവരും ഇതേപോലെ നന്നായി കളിക്കാനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ. ഈ കൂട്ടത്തിൽ എൻ്റെ ചേച്ചിയുണ്ടേ. പക്ഷേ ചേച്ചി വർക്കിംഗ് ആയതുകൊണ്ട് ചേച്ചിനെ അന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസവും പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ലുക്കിലും കാണിച്ചു കൊടുത്തു. അങ്ങനെ നേരെ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് ഞാൻ നേരെ പോയി കുളിക്കാൻ കയറി. അപ്പോഴത്തേക്കും അച്ഛനും മോളും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കരിമോള് കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയായി കഴിപ്പ്. എപ്പോഴും ഇവിടെ സിനിമ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്. ഈ വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ 3 പേരും ഒരുമിച്ചുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഹൊറർ മൂവിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ പറയും, ഒന്ന് മാറ്റൂ, എനിക്കിന്ന് രാത്രിൻ്റെ ഉറക്കമില്ലാണ്ടാവും എന്നൊക്കെ പറയുന്നു. പക്ഷെ അച്ഛനും മോളും അമ്പനും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. കനിമോൾ ഈ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ, കനിമോൾക്ക് ഇങ്ങനത്തെ മൂവിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെങ്ങനെ ഒട്ടിയിട്ട് ഇരിക്കും ചെയ്യാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നേരെ ഡ്രസ്സിങ് പരിപാടിയിലേക്ക് നിന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് 2 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. ഇപ്പം തന്നെ സമയം ഏകദേശം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ 1:45 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കനിമോള് കണ്ടില്ലേ, കൈ ഇങ്ങനെ അടക്കി വെച്ച് തരില്ല കേട്ടോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. നിങ്ങൾക്ക് മുന്നുള്ള വ്ളോഗൊക്കെ കണ്ടുള്ളവരൊക്കെ മനസ്സിലായതാണ് കനിമോൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുമ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ നിന്ന് തരില്ല എന്നുള്ളത്. അങ്ങനെ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് വെക്കണം. ഞാൻ പിന്നോട്ട് വലിക്കും, അവൾ മുന്നോട്ട് വലിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അതിനിടയിൽ കൈയും കാലും വെച്ച് ഓരോ ഗോഷ്ഠികൾ കണ്ടോ ഇങ്ങനെ ചെയ്ത് അതൊക്കെ തട്ടി മാറ്റിയിടും. അപ്പോൾ സൈഷിൻ്റെ ഹെൽപ്പോട് കൂടി അതെങ്ങനെയൊക്കെയോ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും തോറും എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, കനിമോക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതേ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവില്ല. ആ സമയമാകുമ്പോൾ ഓരോ ടെൻഷൻ, എന്തെങ്കിലും ഓർണമെൻറ്റ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇവിടുന്ന് എടുക്കാൻ മറക്കുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ എൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് വന്നെത്തി എടുക്കാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെയാണ് കേട്ടോ വീടുള്ളത്. എന്നാലും എന്തൊക്കെയൊക്കെയോ ഒരു ടെൻഷൻ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. കണ്ടോ കനിമോൾ ഒറ്റക്കാലിലൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ ഓരോ കാര്യം ചെയ്യുമ്പോഴൊക്കെ. അങ്ങനെ ഇങ്ങനെയൊക്കെയൊക്കെയോ ഒന്ന് സെറ്റാക്കി എടുത്തു. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഞാൻ ഡാൻസേഴ്സിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും അവർ എത്രത്തോളം ഇതായിട്ടാണ് ആ സ്റ്റേജിൽ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മോള് വഴിയാണ്, അല്ലാണ്ട് നമുക്ക് അറിയാമെങ്കിൽ പോലും ഇപ്പോൾ മോൾക്ക് ചെയ്യുമ്പോൾ അത് എത്ര വേദനയൊക്കെ സഹിച്ചിട്ടായിരിക്കും അവർ ഈ ഇത്രയും ടൈറ്റായിട്ട് ഡ്രസ്സായാലും ഹെയർ ആയാലും ഒക്കെ വരുന്നത്. അപ്പോൾ എത്ര വേദന സഹിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ആ ഒരു മൊമെൻറ്റിൽ മനസ്സിലാക്കുന്നുണ്ടായിരുന്നേ. സൈഷൻ്റെ ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നമസ്കാരം തന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കളിയൊക്കെ ഇരുന്ന് ഞാൻ ഇതെന്തായാലും കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടെ. അങ്ങനെ ഞങ്ങളിതേ KCAയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നേരെ ഞാൻ ചെന്നത് ആർട്ട് എക്സിബിഷൻ ഭാഗത്തേക്കാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ മോളുടെ 5 ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ഇതാണ് കേട്ടോ 5 ഫ്രെയിംസ്. അപ്പോൾ ഇത് കണ്ട ശേഷം പിന്നെ നേരെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നത്. പിന്നെ നേരെ കനിമോളിട്ടാണായിരുന്നു. അപ്പോൾ കനിമോൾ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇവിടുന്ന് മേക്കപ്പ് ചെയ്ത് പറഞ്ഞു വിടുന്ന സമയത്ത് അടങ്ങിയിരുന്ന് തരേയില്ല കേട്ടോ. അവൾക്ക് 100 സജഷൻ ഉണ്ടാവും, അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇവൾ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല കുട്ടിയിരുന്നു കേട്ടോ, ഭയങ്കര കോപ്പറേറ്റീവായിട്ട് അവൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. അവളെല്ലാത്തിനും നന്നായി നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ചെറിയ പ്രായമല്ലേ, എന്നിട്ടും ഇത്ര ടൈറ്റായിട്ടൊക്കെ ഇങ്ങനെ ഹെയറൊക്കെ കെട്ടുന്ന സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നേ.
അങ്ങനെ ദാ ഏകദേശം ഫൈനൽ ലുക്കിലോട്ട് എടുത്തുകൊണ്ടിരിക്കണേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ രേഖ മിസ്, കനിമോളുടെ ഡാൻസ് ടീച്ചർ. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് സപ്പോർട്ട് ചെയ്ത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ സ്ട്രെസ്സൊക്കെ നമുക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെയാണേ. മാമിൻ്റെ ആ മുഖം കണ്ട പിന്നെ എൻ്റെ സ്ട്രെസ്സൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ എല്ലാം വിട്ട് ഞാൻ എന്താ പറയുക ഭയങ്കര കൂളാവാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ദേ അടുത്ത് ഞങ്ങൾക്ക് തന്ന ടാസ്ക് ആയിരുന്നു ഈ ആൾട്ടടൽ. ഞാൻ വിചാരിച്ചിരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ കനിമോളുടെയും ഇങ്ങനത്തെ ഒരു ആദ്യത്തെ ഒരു പരിപാടിയാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു കോസ്റ്റ്യൂമും ഇങ്ങനൊരു മേക്കപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേ ഈ ഒരു ടാസ്ക് തന്നപ്പോൾ ഞങ്ങൾ പാരൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയൊക്കെയോ നമ്മൾ ചെയ്യുമായിരുന്നു. ഈ ഒരു ബാക്ക് സ്റ്റേജിൽ വെച്ച് ഒരുപാട് പിള്ളേരും ഉണ്ട്, കുറേ പേര് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഇങ്ങനെ നിന്ന് ഞാനിങ്ങനെ ചെയ്ത് ഒപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോഴുള്ള ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനിമോൾ ഇത് എവിടെയും സ്പ്രെഡ് ആക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാം ആകുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. കനിമോളെ മേക്കപ്പും കഴിഞ്ഞു, ആൾട്ടയിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓരോരുത്തരും മേക്കപ്പ് കഴിയുന്നവരെ. ഈ ഒരു ഗ്യാപ്പിലായിരുന്നു ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ ആ ടെൻഷനിൽ വിട്ടുപോയി കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 7-7:30 ആകുമ്പോഴേക്കും ഞങ്ങളെ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയുള്ള ആ ഒരു റെഡിയായി നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ട്. അങ്ങനെ കാത്തിരുന്നതേ ഞങ്ങളെ കനിമോളെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടേ. ഈ ഒരു ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, അത്രയും ടെൻഷനായിരുന്നു. വേറൊന്നുമല്ല, കനിമോളെ ഞാൻ ഇവിടുന്ന് സ്റ്റേജിൽ നിന്ന് കയറുന്നതിന് മുന്നേ പറയലുണ്ട്, എന്തോ വീണോട്ടെ നീ ശ്രദ്ധിക്കേണ്ട, നീ കളിച്ച് ഫിനിഷ് ചെയ്തുകൊണ്ടു സ്റ്റക്ക് ആവരുതേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അവളുടെ തലയിലുള്ള കുഞ്ചലം വീണിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായോ മോള് നിൽക്കുമെന്നുള്ളത്. പക്ഷേ അവൾ യാതൊരു വിധ ഇതുമില്ലാണ്ട് ഫുൾ ഫിനിഷ് ചെയ്ത് അത്രയും ആ ചിരിയിലും ഭാവത്തിലും തന്നെ കംപ്ലീറ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടും അവൾ ആ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് വയ്യായോ വന്നപ്പോൾ. പക്ഷെ അവൾ നന്നായി കളിച്ചിട്ടുണ്ട്. അവൾ മാത്രമല്ല കേട്ടോ, എല്ലാ കുഞ്ഞുങ്ങളും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഇതാണ് ഞങ്ങളുടെ നവ്യ ടീച്ചർ, ഞങ്ങളുടെ ഡ്രോയിങ്ങിൻ്റെ ടീച്ചറാണ്. ടീച്ചറെ പോയി വർത്താനൊക്കെ പറഞ്ഞ് അവൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.